മിച്ചു എങ്ങനെയുണ്ട്? അല്ലോ എങ്ങനെയുണ്ട് കുഞ്ഞമ്മ? പനിക്കുണ്ടോ കുഞ്ഞിന്? നോക്കട്ടെ. ഹെഡേക്ക് ഉണ്ട് ഇപ്പോഴും കുഞ്ഞു? ഹെഡേക്ക് മാറിയോ? That tablet yesterday helped, but it didn't help with fever. മാറും കേട്ടോ. Okay. നീമ നീക്കുട്ട ലൈറ്റ് ഇട്ടിട്ടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? തല എനിക്കുണ്ടോ? പനി ദിവസങ്ങളാ? പനിക്കുണ്ടടാ. സ്കൂളിൽ പോകണ്ടാത്ത സന്തോഷം മുഖത്ത്. ഷാനോ നല്ല പനിക്കുണ്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം, നുഷിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ പനിക്കഥ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. വീട്ടിൽ 3 പേരും പനിച്ച് കിടക്കുകയാണ്. എനിക്കും പനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പനി പുറത്തറിയില്ല, എൻ്റെ ഉള്ളിൽ അങ്ങനെ പനി നിൽക്കുന്നതാണ്. അപ്പോൾ എന്തായാലും 3 പേരും പനിച്ചിരിക്കുകയാണ്. 3 പേരും ഇന്ന് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പനിക്കാരെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വേഗം കിച്ചണിൽ കയറി. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എനിക്ക് കുടിക്കാനുള്ളൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരും അങ്ങനെ സജസ്റ്റ് ചെയ്തൊരു ഡയറ്റൊന്നുമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റാണ്. അപ്പം രാവിലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഇഞ്ചി ചതച്ചതുണ്ട്, ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, കുരുമുളക്, ഉലുവ, പിന്നെ അയമോദകം, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ. ഇത് നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. രാവിലെ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ കുട്ടീസിന് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗോതമ്പ് ദോശയുടെ കൂടെ മീൻകറി നല്ല രസമല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സായുവിന് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് സായുവിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടാ ഭക്ഷണം കഴിച്ചോ? അങ്ങനെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഈ ഡ്രിങ്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആപ്പിളും ഉണ്ട്, പിന്നെ കൊയ്യക്കയുണ്ട്, പിന്നെ ക്യാരറ്റും, അങ്ങനെ അതും കൂടി കൂടിയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോഴത്തേനും എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഞാനൊരു മറ്റേ പഴവും പാലും പിന്നെ ഒരു ആപ്പിളിൻ്റെ പീസൊക്കെ കൂടി ഇട്ടിട്ട് ഒരു ഷേക്ക് അടിച്ചു കൊടുത്തു. അപ്പോൾ ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്ന മുരിങ്ങയാണ് ഉമ്മ തന്നെ ഊരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വരുന്നതിന് മുന്നേ തന്നെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലില്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ കുട്ടികൾക്കൊക്കെ പനിയാണെന്ന് പറഞ്ഞപ്പോൾ ഇനി നീ കുക്ക് ചെയ്യേണ്ട, ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് ഉമ്മ നല്ല അടിപൊളി കയ്പക്ക കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ചേനത്തണ്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ഒന്നും അന്ന് എനിക്ക് കുക്ക് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ബോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാർക്ക് അങ്ങനെയല്ലേ, നമുക്കൊന്ന് വയ്യാതാവുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊന്ന് ടെൻഷനാകുമ്പോഴൊക്കെ നമ്മളെക്കാൾ കൂടുതൽ വിഷമം അവർക്കായിരിക്കും. അവർക്ക് നമ്മൾക്ക് എങ്ങനെയാണൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അവർക്കൊന്ന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് പനിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ കുക്ക് ചെയ്തിട്ട് പാവം എനിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവന്ന മുരിങ്ങ ഉമ്മ തന്നെ ഇവിടെ ഊരി ഇനി സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് എടുത്ത് വെച്ചാൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ മുരിങ്ങ ഊരുക, ഉള്ളി തൊലിക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളുണ്ടല്ലോ, ഈ ഒരുപാട് സമയം വേണ്ടി വരുന്ന കുഞ്ഞു കുഞ്ഞു പണികൾ, അങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര മടിയായിട്ടോ ചെയ്യാൻ. അപ്പം ഉമ്മക്ക് അതറിയുന്നത് കൊണ്ട് ഉമ്മ അന്നത് വീട്ടിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരുന്ന് ഊരാണ്. അപ്പോൾ ഉമ്മ കൊണ്ടുവന്ന ഫുഡൊക്കെ ഞാനൊന്ന് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ. Problem. Headache and ear hurting. ഇവിടെ
ഇതെന്ത് നോക്കട്ടെ. ഓ എന്താണ് പല്ല വേദനിക്കണേ? ആ ചെവിയോ? ഇവിടെ പനിയായിട്ടാണ് കുഞ്ഞു. ഓ ഇല്ലടെ പോനെ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഇഷ്ടമല്ലോ? ഹാപ്പി പള്ളിയിൽ പോകാൻ റെഡിയാക്കാം. പിന്നെ ബോട്ടി ആവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നത് കഴുകുകയാണ്. അപ്പം ബാക്കിൽ ഉമ്മ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് വീഡിയോയിൽ കാണിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മാനെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സായി വരുന്നുണ്ട്, പിന്നെ ഉണ്ണിക്ക് പള്ളിയിൽ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. Hi guys, I'm gonna play PS. ഉമ്മമാനെ കാണിക്കാനും പാടില്ല, അതാ രസേ. ചേറ്റ ഉമ്മ വന്നില്ലല്ലോ. പോയിട്ട് വരാം. അങ്ങനെ ആദ്യം പള്ളിയിൽ പോയി കേട്ടോ. അപ്പം ആദ്യമൊക്കെ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ കുറച്ച് പനി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ പള്ളിയിൽ പോയി. ഷാനിന് പനി വിട്ടിട്ടുണ്ടായിരുന്നില്ല, നല്ല പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പള്ളിയിൽ പോയിട്ടില്ല കേട്ടോ. സായി ബേബി അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനിങ്ങനെയാണ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അപ്പോൾ വേഗം ഞാൻ ചെടപ്പെടാന്ന് എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിയൊക്കെ റെഡിയായി. അപ്പോൾ പിന്നെ അത് കുക്കറിൽ നിന്ന് എടുത്ത് ഒന്ന് എണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള. ഫ്രൈ ഒന്നും ആയില്ല, ഒരു ചെറിയ ഗ്രേവി ടൈപ്പ് തന്നെ ആയിരുന്നു. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അപ്പം അങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനും ആദ്യം വന്നു, കുട്ടികളെ വിളിച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പം ഉമ്മ കൊണ്ടുവന്ന കറികളും ബോട്ടിയും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, മാഷാ അല്ലാ. അപ്പോൾ സായിന് ഞാൻ വാരി കൊടുക്കുക ചെയ്യുന്നത്. അവന് തനിച്ച് കഴിക്കും കേട്ടോ, പക്ഷെ എന്നാലും വീട്ടിലുള്ളപ്പോൾ ഞാൻ അങ്ങനെ വാരി കൊടുക്കാറുണ്ട്. എമ്മി അങ്ങനെ സായിമാൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഉപ്പേരികളും പിന്നെ കുറച്ച് ചോറും, അങ്ങനെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ചോറ് മാക്സിമം കഴിക്കാറില്ല, പക്ഷെ ഇത്രയും കറികളൊക്കെ ഉള്ളപ്പം എങ്ങനെയാണ് ചോറ് കഴിക്കാതിരിക്കാമെന്ന് കരുതിയിട്ട് ചോറ് കഴിച്ചു. അപ്പോഴത്തേനും വൈകുന്നേരം ആയപ്പോൾ ഉമ്മ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഉമ്മ അങ്ങനെ സ്റ്റേ ചെയ്യൊന്നുമില്ല കേട്ടോ. ഉമ്മ വരും, ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ അങ്ങനെ നിൽക്കാറില്ല. ഉമ്മക്ക് എപ്പോഴും അവിടെ വീട്ടിൽ ഇങ്ങനെ ആ ഒരു വീടും ആ ഒരു ലോകമായിട്ടാണ് ഉമ്മ, അതിലാണ് ഉമ്മ ഹാപ്പി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനും കൂടുതൽ നിർബന്ധിക്കാറൊന്നുമില്ല, ഉമ്മാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉമ്മ നിൽക്കട്ടെ എവിടെയാണെങ്കിലും. എന്നാലും നമുക്കൊരാവശ്യം വരുമ്പം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പം എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട്. എന്നാലും ഞാൻ ഉമ്മ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നേ പറയുള്ളൂ. കാര്യം അവരുടെ മനസ്സിൻ്റെ സമാധാനം സന്തോഷം കൂടി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ഉമ്മ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ, അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ആദിനെയും സായിനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവണേ. അങ്ങനെ പോണ വഴിക്കാണ് പെട്രോൾ ഇല്ലല്ലോ എന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ പോയേ. അങ്ങനെ ഇതിപ്പോൾ ഒരു ഇന്ന സ്ഥലത്തേക്ക് ഇന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതല്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ഒന്നും പ്ലാനില്ല. പിന്നെ നമ്മുടെ ഈ ഒറ്റപ്പാലത്തുകാർക്ക് ആകെ പോകാനുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മായനൂർ പാലം.
അപ്പോൾ അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മായൂർ പാലം പോവുക, കുറച്ച് നേരം അവിടെ നിന്ന് പുഴയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ തിരിച്ച് വരണം എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഒന്ന് ഓക്കെ ആവും, സന്തോഷമാവും, അങ്ങനെ പോവാണ്. പിന്നെ ഈ മെയിൻ ഒരു സ്ഥലം എന്നുള്ളതല്ല, ഏത് സ്ഥലത്തേക്ക് എന്നുള്ളതല്ല, ഈ വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു സമാധാനം, സന്തോഷം കിട്ടാനുണ്ടല്ലോ, ഒരു നല്ലൊരു ഗുഡ് ഫീലാണ് അല്ലേ അത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. എന്തെങ്കിലും ഒരു വിഷമമുള്ള സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തോ, ഇനിയിപ്പോൾ ഒന്നുമല്ല നമ്മൾ വയ്യാതിരിക്കുന്ന സമയത്തോ ഒക്കെ ഒന്ന് വണ്ടി എടുത്ത് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഒന്ന് പുറത്ത് പോയൊക്കെ വന്നിരുമ്പോൾ നമ്മൾ ഒന്ന് ഓക്കെ ആവും. എന്നാൽ ഇതേ സമയം തന്നെ എന്തെങ്കിലും വലിയൊരു ടെൻഷനൊക്കെ ആണെങ്കിൽ എനിക്ക് റൂമിൻ്റെ പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ പുറത്ത് പോയാൽ ഞാൻ ഓക്കെ ആവും, അല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ ഇരുന്നാലും ഓക്കെ ആവുമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കതൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കും. ഇതെന്തായാലും ഇപ്പോൾ ഉള്ള ഒരു നല്ലതാണ്. ഇങ്ങനെ ഞാനായിട്ട് മാറ്റി എടുക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതിൻ്റെ അടുത്ത് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓക്കെ ആവാൻ പറ്റുന്നു. അപ്പോൾ അതങ്ങനെ എന്താ പറയുക, അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങും. സത്യമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ പെട്ടെന്ന് ഓക്കെ ആവും. എന്തായിരുന്നു അല്ലേ, 1-2 ആഴ്ച മുന്നേ വരെ നിറഞ്ഞു നിന്നിരുന്ന പുഴയാണ് കേട്ടോ. നമുക്ക് രണ്ടറ്റം കാണാൻ പറ്റില്ലായിരുന്നു, അത്രയും വെള്ളമായിരുന്നു. മഴ ഒന്ന് കുറഞ്ഞ പിന്നെ ഈ കാടും പുല്ലും എല്ലാം നമുക്കിങ്ങനെ കാണാം. പുഴയിലിപ്പം മണലിനേക്കാൾ കൂടുതൽ ചെടികളൊക്കെ ആണല്ലോ. അപ്പോൾ പക്ഷേ എന്തുതന്നെയാണേലും നമുക്ക് അവിടെ പോകുമ്പോഴുള്ള ആ ഒരു കാറ്റോ അതോ ഇനി അവിടെയുള്ള കുറേ ആളുകളിൻ്റെ കാണുന്നത് കൊണ്ടാണോ എന്തോ, നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് വെറുതെ ആ പുഴയിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഫീലാണ് കേട്ടോ. അപ്പം ഒരുപാട് ദൂരെയും നമുക്ക് പോകണ്ട, എന്നാൽ നമുക്ക് നല്ല സമാധാനവും സന്തോഷമൊക്കെ കിട്ടും ചെയ്യും. കുട്ടികൾക്കും അതേ ഇഷ്ടമാണ്. പിന്നെ അതിന് സൈഡിൽ നമുക്ക് സ്നാക്സ് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഇപ്പം നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ കഴിക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് വാഴാലിക്കാവ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് കേട്ടോ. അവിടെ നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. നല്ല പ്രകൃതി ഭംഗി, പച്ചപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ പാലത്തിൻ്റെ മേലെ കൂടെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും കുറേ വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി. എന്താ പറയുക, വാഴാലിക്കാവ് പോകുന്ന ആ റോഡിലേക്ക്. മായന്നൂർ പാലം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെയുള്ള റോട്ടിൽ കൂടെ കേട്ടോ. നല്ല രസമാണ്. ഒരു സൈഡിൽ കനാൽ, ഒരു സൈഡിൽ നല്ല പാടം, പച്ചപ്പ്, പുഴ, അങ്ങനെ നല്ല എന്താ പറയുക, നല്ല ഈ ഒരു കാലത്ത് കേട്ടോ, അതായത് മഴക്കാലത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ മൊത്തം പച്ചപ്പായി നിൽക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭംഗിയാണ്. എന്ത് ചന്താന്നറിയോ, എത്ര രസമാണ്. നമുക്കത് കണ്ടാലും മതിയാവില്ല, അത്രയും ഭംഗിയാണ്. അങ്ങനെ അവിടെയും കുറച്ച് നേരം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായിരുന്നു. ചെറിയ നാത്തൂനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ റോട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തോന്നി എന്നാൽ അവിടെയും കൂടി ഒന്ന് പോയിട്ട് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അബിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അവിടെ എത്തി നൂഹുണ്ണിയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ നൂഹുണ്ണി. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ ചെറിയ മോനാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി, അവിടെ പോയി കഴിഞ്ഞു. കുറച്ച് സമൂനയൊക്കെയാണ് അപ്പം അഭി തന്നത്. അപ്പോൾ സമൂനയൊക്കെ കഴിച്ചു. ഞാൻ കുഞ്ഞൊരു പീസേ കഴിച്ചുള്ളൂ, കുട്ടികളൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നൂഹുണ്ണി എന്തൊക്കെയൊക്കെയോ ഗിഫ്റ്റൊക്കെ സായുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലേയും പിന്നെ വാച്ചുമൊക്കെ. സായുവിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങി വെച്ച വാച്ചാത്രേ. അത് അവനിക്ക് അപ്പം തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു സായുവിന്. അങ്ങനെ സായു ഭയങ്കര ഹാപ്പിയായി. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി.
തിരിച്ചു വരുമ്പോൾ അബി കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അബി ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ രാത്രി എന്തായാലും കുട്ടികൾ അതൊക്കെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അമ്മായിൻ്റെ കൂടെ പോയപ്പോൾ അമ്മായി വക ഫുഡ് പാർസൽ. ഷാനിന് ചില സമയത്ത് നല്ല മടിയാട്ടോ വീഡിയോയിൽ വരാൻ. എനിക്കാണെങ്കിൽ അങ്ങനെ മടി കാണിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നും ചെയ്യും. അങ്ങനെയുള്ളൊരു ചെറിയ ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താടാ വീഡിയോ എടുത്ത? അതും എല്ലാം ഇടും. എന്താ എൻ്റെ പ്രശ്നം? സ്കൂളിൽ പോവാന് അതികഠിനമായ മടി. നാളെ ഷിയാസും അതുകൊണ്ടല്ലേ എനിക്ക് വയ്യ. അവരുണ്ടെങ്കിൽ എനിക്ക് വയ്ക്കൂല. ഷാമോന് എനിക്ക് വെള്ളിയാഴ്ച ശനി ഞായർ എനിക്ക് അസുഖമില്ലല്ലോ. ഞായറാഴ്ച വൈകുന്നേരം കറക്റ്റ് ആയിട്ട് അസുഖം വരുന്നത്. ഗുളിക കഴിക്കണ്ട. അത് നാളെയും കഴിച്ചോ, ഇന്നും കഴിച്ചോ. ഗുളിക കഴിച്ചിട്ട് സ്കൂളിൽ പോയിക്കോ. ഷാനു ഇനി ലീവ് എടുക്കൂല കേട്ടോ. ഷാനു ആയിക്കോട്ടെ, പഠിക്ക്. റിവിഷന് പോയിട്ട് പഠിക്കും. ഹേ കുട്ടി, ചേട്ടനിക്ക് ക്ലാസ് ഒന്നുമില്ല അല്ലേ? എന്ത് ഷാമോനെ ഇല്ലാന്നോ? എവിടേക്ക്? നല്ല കുട്ടി. ഷാന്റെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷാൻ അങ്ങനെ അത് സദ്യക്ക് എല്ലായിടത്തും ക്യാഷ് കൊടുക്കണം. മുത്തേ പ്രോഗ്രാം ഇല്ലാത്തത് എന്റെ പ്രശ്നം. അപ്പൊ അങ്ങനത്തെ സ്കൂളിലല്ലേ ഷാനു? അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പഠിക്കുന്ന കുട്ടികളല്ലേ ക്ലാസ്സിലെ. എനിക്ക് ക്ലാസ് ടെസ്റ്റിന് ചീത്ത കളിക്കില്ല. എന്തത്ര മാർക്ക് പറഞ്ഞിട്ട് എന്നിട്ട് പ്ലസ് വണ്ണിൽ കൊല്ല പരീക്ഷ ഇല്ലേ? അവരുടെ വീട്ടിൽ ചീത്ത അറിയില്ലേ? രണ്ടുപേരുണ്ടല്ലോ ക്ലാസ്സിൽ. ക്ലാസ് ടെസ്റ്റിനൊക്കെ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ടല്ലോ. കൊല്ല പരീക്ഷ രണ്ടുപേരും നാളെ വെച്ച് പൊട്ടി. നാളെ വെച്ച് പൊട്ടി. എന്നിട്ട് അവര് വീട്ടില് എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുക, അവ എന്തേലും കൊല്ലത്തില് 3-4 വട്ടം ക്ലാസ്സിലുണ്ട്, അവർക്ക് കിട്ടിയില്ല, നിങ്ങൾ എന്താ ചെയ്ത്? എന്തൊരു കഷ്ടം. ഇപ്പൊ ഇവിടെ സായുവിന് സ്കൂൾക്ക് വിടാനല്ല പ്രശ്നം, ഷാനിന് സ്കൂൾക്ക് വിടാനാണ് ഇപ്പോഴത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാൻ ഇപ്പം ഇപ്രാവശ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷാൻ അറ്റൻഡൻസ് വളരെ കുറവാണ്. ക്ലാസ്സിലേക്ക് തീരെ പോകുന്നില്ല. വയ്യാന്ന് പറയുന്നുണ്ട്. എന്താ അസുഖം എന്നാ ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചാൽ വരില്ല, ഒന്നുമില്ല. സ്കൂളിൽ പോവില്ല. സ്കൂളിൽ പോവാന് വയ്യാന്ന് പറയും. ഇതെന്താ സായു? ബെഡ് ഫുള്ള് ടോയ്സോ? വേഗം ക്ലിയർ ചെയ്യ്. വാവറങ്ങണ്ടേ? ഹോംവർക്ക് നമുക്ക് രാവിലെ ചെയ്യാം. Are you just gonna stand there doing nothing? Help me. See you tomorrow. Bye. Bye. I want to say that. Good night. Assalamualaikum. Bye. 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 Don't forget to pray to Allah. Okay. See you tomorrow. And you. Okay. See you tomorrow. See you tomorrow. Bye. Bye. Don't forget to pray to Allah. Okay. Bye. Bye. ശ്യാമനെ വല്ലാത്തൊരു ബിഗ് ബോസ്.
വേഗം ഉറങ്ങട്ടോ. ഫോണ് രണ്ടും കൂടെ വെക്കണേ. ശരി, ബൈ. ബൈ. അപ്പൊ അത് പായിന്ന്. പ്രേ ചെയ്യണ്. കുഞ്ഞി കിട്ടിയാണ്. I'm done. Perfect time you on the light. ഇറങ്ങാ, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. അങ്ങനെ പനിയും ഉമ്മ വരലും വിരുന്ന് പോക്കും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവരോടും ഞങ്ങളെക്കുറിച്ച് പറയണം. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം. ടാറ്റാ, ബൈ.